ക്രിസ്തുവേശുവിൽ എല്ലാ ശ്രോതാക്കൾക്കും സ്നേഹവന്ദനം. നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിനായി 2 രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 17-ാം വാക്യം വായിക്കുന്നു. പിന്നെ എലീശാ പ്രാർത്ഥിച്ചു, യഹോവേ, ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണ് തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ആ യുവാവിന്റെ കണ്ണ് തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. പ്രിയമുള്ളവരെ, ആപത്തുകളും അനർത്ഥങ്ങളും ചുറ്റിവളയുമ്പോൾ അദൃശ്യനായ ദൈവത്തോട് സഹായം കേടുന്ന മനുഷ്യൻ പലപ്പോഴും പ്രതീക്ഷിക്കുന്നത് ദൃശ്യമായ സഹായമാണ്. തന്റെ ബുദ്ധിയുടെ മൂശയിൽ നിന്നുരുത്തിരിയുന്ന കണക്കുകൂട്ടലുകൾ അനുസരിച്ച് ദൈവം സഹായമെത്തിക്കുന്നുവോ എന്ന് അവന്റെ കണ്ണുകൾ നാലുപാടും തിരയുന്നു. ദൈവത്തിന്റെ ശക്തിയാൽ വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എലീശാ പ്രവാചകന്റെ ദാസന് തന്റെ യജമാനൻ ആരാധിക്കുന്ന ദൈവത്തെ പൂർണ്ണമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നില്ല. എലീശയെ പിടിക്കുവാൻ അരാമ്യ സൈന്യം കുതിരകളും രഥങ്ങളുമായി പട്ടണം വളഞ്ഞിരിക്കുന്നത് എലീശയുടെ ദാസൻ പ്രഭാതത്തിൽ കണ്ടപ്പോൾ അവൻ പരിഭ്രാന്തനായി. തന്റെ യജമാനനെ പിടിക്കുവാൻ കടന്നു വന്നിരിക്കുന്ന സുശക്തമായ ആ സൈന്യത്തിൽ നിന്നും തന്റെ യജമാനനെ രക്ഷിക്കുവാനായി യജമാനൻ സേവിക്കുന്ന ദൈവം ഒരുക്കിയിരിക്കുന്ന യാതൊന്നിനെയും അവന്റെ ബാഹ്യനേത്രങ്ങൾക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അയ്യോ യജമാനനെ, നാം എന്തു ചെയ്യും എന്ന് അവൻ നിലവിളിക്കുമ്പോൾ അചഞ്ചലനായ എലീശാ ശാന്തനായി അവനോട്, ഭയപ്പെടേണ്ട, നമ്മോട് കൂടെയുള്ളവർ അവരോടുകൂടെയുള്ളവരെക്കാൾ അധികമാകുന്നു എന്നാണ് മറുപടി നൽകുന്നത്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഒന്നും കാണുവാൻ കഴിയാതിരുന്നതുകൊണ്ട് തന്റെ ദാസന് അത് വിശ്വസിക്കുവാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ എലീശാ ദാസന്റെ കണ്ണു തുറക്കുവാനായി യഹോവയോട് പ്രാർത്ഥിച്ചു. യഹോവ അവന്റെ കണ്ണ് തുറന്നു. എലീശായുടെ ചുറ്റും അഗ്നിമയമായ രഥങ്ങളും കുതിരകളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. സർവശക്തനായ ദൈവം തന്റെ ഭക്തന്മാരെ എങ്ങനെയാണ് കാത്തുസൂക്ഷിക്കുന്നതെന്ന് അവൻ മനസ്സിലാക്കി. ദൈവത്തിന്റെ പൈതലേ, ദൈവത്തിന്റെ പിന്നാലെ ഇറങ്ങിത്തിരിച്ചതുകൊണ്ട് നിന്നെ പിടിക്കുവാനും തകർക്കുവാനുമായി നിന്നെ വളഞ്ഞിരിക്കുന്ന സൈന്യങ്ങളെക്കുറിച്ചുള്ള പരിഭ്രാന്തിയിലാണോ നീ ഈ വാക്കുകൾ ശ്രദ്ധിക്കുന്നത്? എങ്കിൽ ഭയപ്പെടേണ്ട, എലീശായുടെ ദൈവം ഇന്നും ജീവിക്കുന്നു. തന്റെ ഭക്തന്മാരെ രക്ഷിക്കുന്ന ദൈവം നിന്നെയും രക്ഷിക്കുവാൻ കടന്നുവരുമെന്ന് നീ വിശ്വസിക്കുമോ? വൈരികളേഴയെ തകർത്തിടുവാൻ തീയമ്പുകളെയും വേളകളിൽ കഴുകനെ പോൽ ഞാൻ ചിറകടിച്ചുയരുമെൻ പാറയാം യേശുവിൽ മറയുന്നു. കഴുകനെ പോൽ ഞാൻ ചിറകടിച്ചുയരുമെൻ